കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെ വളരെ വ്യക്തമായിട്ട് ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ഈ ഭൂമിയിൽ നടക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കേൾക്കുകയായിരുന്നു. എഫേസ്യർ 4-ാം 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വേറെ പ്രാരംഭമായിട്ട് വായിച്ചതല്ലോ. യേശു കർത്താവ് ഈ ഭൂമിയിൽ നടന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ നടക്കേണ്ടതെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ സുപരിചിതമായിട്ടുള്ളൊരു വചനഭാഗം എന്ന വണ്ണം നമ്മളതിനെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിലാണോ, അതോ നമ്മളുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചിട്ട് വചനത്തിൻ്റെ കണ്ണാടി നമ്മളുടെ കഴിഞ്ഞ ഒരു ദിവസം, ഒരാഴ്ച, കഴിഞ്ഞ മാസങ്ങൾ, നമ്മളുടെ നടപ്പെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് കാര്യങ്ങൾ ചിന്തിച്ചു, എന്ത് കാര്യങ്ങൾ സംസാരിച്ചു, എന്ത് കാര്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചു, പല സിറ്റുവേഷൻസിൽ, പല സാഹചര്യങ്ങളിൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു, അതൊക്കെ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിന്ന് പാടിയതുപോലെ ഐ വിഷ് ഐ ഹാഡ് ഗിവൺ ഹിം മോർ, കർത്താവെ ഞാൻ കൂടുതലായിട്ട് അങ്ങേക്ക് സമർപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ടോ? അതോ ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്ര വലിയ, എനിക്ക് ഒന്നിനും കുറവില്ല, ഐ ഹാവ് നീഡ് ഓഫ് നത്തിങ് എന്ന് ആരാ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ലബദിക്ക് സഭയുടെ മൂപ്പൻ പറഞ്ഞു എനിക്ക് കുറവൊന്നുമില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു അർത്ഥത്തിലാണോ? അതോ മറിച്ച് കർത്താവെ അങ്ങ് നടന്നതുപോലെ ഇപ്പം നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മൾ എഫേസ്യർ 4-ാം വാക്യത്തിൽ ആകയാൽ എന്ന് പറഞ്ഞ് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്തുവിന് തലയോളം വളരണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ അവയവങ്ങളും സ്നേഹത്തിൽ വളരുന്നതിനെ കുറിച്ച്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സ്നേഹത്തിൽ ക്രിസ്തുവിന് തലയോളം വളരണം എന്ന് എവിടെ പറയുന്നതിൻ്റെ 12-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിന് അളവും പ്രാപിക്കുവോളം വളരണം. പിന്നെ ഇവൻ 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പം അങ്ങനെ നമ്മളായിരിക്കുന്ന അവസ്ഥയിലൊരു തൃപ്തി ഇല്ലാതെ, കർത്താവെ ഒരു സ്വയതൃപ്തിയിലായി പോകാതെ, ശരിയാണ് നമുക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊരു തൃപ്തിയും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരു സാഗ്ബറിൻ്റെ ഭാഷയിൽ പറയുക ഡിസാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയൂല്ലേ. എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, വളരെ തൃപ്തിയാവും, ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നന്ദി നിറഞ്ഞ ഹൃദയം. എന്നാൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, കർത്താവെ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായി 6-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. ആ ഒരു നീതിക്ക് വേണ്ടി കർത്താവിൻ്റെ സ്വഭാവം അധികമായിട്ട് യേശുവിലേക്ക് നോക്കുമ്പോൾ യേശു കർത്താവ് നടന്ന വിധങ്ങൾ, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ നടന്ന ആ ഒരു പരിശുദ്ധിയും അവരുടെ താഴ്മയും അവരുടെ ത്യാഗങ്ങളും, അങ്ങനെയുള്ള എത്രയോ ദൈവമനുഷ്യരുടെ ജീവിതത്തിൻ്റെ എക്സാമ്പിൾസും ഒക്കെ കാണുമ്പം കർത്താവേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു സ്വയതൃപ്തിയിൽ അങ്ങ് കംപ്ലേസൻ്റായിട്ട് ഉറങ്ങിപ്പോകാതെ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമ്മൾ ആ ഒരു കർത്താവിന് എന്നോട് എന്താ പറയാനുള്ളത്, യേശു കർത്താവിന് എൻ്റെ ഹൃദയത്തോട് എന്താ ഇന്ന് നമ്മൾ കേട്ട വചനഭാഗത്തു നിന്ന് കർത്താവിന് നമ്മളോട് എന്താ സംസാരിക്കാനുള്ളതെന്നുള്ളൊരു കാതോർക്കുവാനുള്ളൊരു ചെവി, കർത്താവ് എങ്ങനെ നമ്മൾ നടക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഇവിടെ ആരെപ്പോലെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, നമ്മൾ അവിശ്വാസികളെ പോലെ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പഠിച്ചതെന്നൊക്കെയാണ് 20-ാമത്തെ വാക്യത്തിൽ. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട്, ആ കുറിച്ച് എന്നുള്ളത് ശരിക്കും ഗ്രീക്കിലും ഇംഗ്ലീഷിലൊന്നും ഇല്ല, അവനെ കേട്ട്, യു ഡിഡ് നോട്ട് ലേൺ ക്രൈസ്റ്റ്, ഇഫ് ഇൻഡീഡ് യു ഹാവ് ഹേർഡ് ഹിം, ഹേർഡ് അബൌട്ട് എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല, ഗ്രീക്കിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ വന്നൊരു ചെറിയ പുസ്തകം എന്ന് പറയാം. അവനെ കുറിച്ച് കേട്ടല്ല, അവനെ കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചല്ല, ക്രിസ്തുവിനെ ഇങ്ങനെയല്ല നിങ്ങൾ പഠിച്ചത്. ആ ക്രിസ്തു എങ്ങനെ നടക്കേണ്ടത്, അത് ദൈവാനുരൂപമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് വേണം നടക്കാൻ. നമ്മൾ എങ്ങനെ ആയിരിക്കരുത് നടക്കുന്നതായിരിക്കരുത്. നമ്മളിവിടെ എഫീസിൽ ഒരു വിരൽ വെച്ചുകൊണ്ട്
കൊരിന്ത്യ ലേഖനത്തിലേക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകുമ്പം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തില് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? എങ്ങനെ നടക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കും, നിങ്ങൾ ജഡികരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലേ. നമ്മൾ സാധാരണ നമ്മൾ മനുഷ്യരൊക്കെ അല്ലേ, മനുഷ്യരെ പോലെ അങ്ങ് നടന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ല നടക്കണ്ടേ. ബാക്കിയുള്ള ലോകമായിട്ട് ദൈവം നമുക്കൊരു വേലി കെട്ടി തന്നിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മീറ്റിംഗ് നമ്മൾ കണ്ടു. കർത്താവ് മുന്തിരിവള്ളിയൊക്കെ കൊണ്ട് മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി ഇവിടെ രാമപുരത്തു നിന്ന് ഞങ്ങള് ചീരച്ചെടി കൊണ്ടുപോയി അവിടെ കരുനാപ്പള്ളി നട്ടകാരിയൊക്കെ പറഞ്ഞതുപോലെ മിസ്രൈമിൽ നിന്ന് ദൈവം ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് കാനാൻ ദേശത്ത് അവിടെ ഇസ്രായേലായിട്ട് കർത്താവ് നടുന്ന ഒരു കാര്യമൊക്കെയാണ് അവിടെ യെശയ്യാവ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയും അതിനൊരു വേലി കെട്ടി, അതിനൊരു അതിർവരമ്പുണ്ട്. അത് ശേഷം മനുഷ്യരെ പോലുള്ളൊരു നടപ്പല്ല. ശരിയാണ്, നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോക മനുഷ്യരോട് നമ്മൾ ഇടപെടുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ പണം സമ്പാദിക്കുന്നു, പല കാര്യങ്ങളിൽ പല ആശയവിനിമയം, നമുക്ക് ലോകത്തിലെ ആൾക്കാരോട് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമ്മൾ ലോകത്തിൽ തന്നെ ജീവിക്കുന്നത്. നമുക്ക് കടയിൽ പോകുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തിൽ, അതുപോലെ തന്നെ പല ബന്ധുക്കളുടെ ഇടയിൽ നമ്മൾ പല ഫംഗ്ഷൻസിന് പോകുന്നു, പലരുമായിട്ടും ഇടപെടുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവിടെ എല്ലാം ഇടപെടണം. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എല്ലാം ഒരു വിറ്റ്നസ്സായിട്ട് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണം. എങ്കിലും അവിടെ എല്ലാം ആ ഒരു കർത്താവിൻ്റെ പ്രസൻസ് നമ്മളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണം ബാക്കിയുള്ള എല്ലാ ജനത്തിനിടയിലും. അതായത് ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ 1 കൊരിന്ത്യർ 3:3 എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും നമ്മളെ കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ ഒക്കെ ഒരു ഈർഷ്യ, ഒരു പിണക്കം, ഒരു ജലസി, ഒരു അസൂയ, ഒരു സ്ട്രൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജഡികന്മാരാ. നമ്മൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നത്, ഈ അജ്ഞാനികളുടെ കൂടെ അന്ധബുദ്ധികളെ പോലെ നടക്കുന്ന എന്നുള്ള കാര്യം നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യം. അതൊക്കെ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ മോശ എങ്ങനെ തൻ്റെ ജനം, അതായത് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ അവരെങ്ങനെ വിശേഷത ഉള്ളതാവുന്നത് എന്നുള്ള കാര്യം മോശയ്ക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ കോളേജിലായിരിക്കുന്നു, ക്യാമ്പസിലായിരിക്കുന്നു, നമ്മൾ ബാക്കിയുള്ള കൂട്ടുകാരുമൊത്ത് നമ്മൾ പലയിടങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടൊക്കെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യങ്ങളിൽ പുറപ്പാട് 32-ാം അധ്യായത്തിൽ, ഞാൻ 32-ാം അധ്യായം എന്നാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല, 32-ാം അധ്യായമാണ്. 32-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് എന്താ, അത് ഓക്കെ ഞാൻ നോക്കട്ടെ. 18 അതായത് പുറപ്പാട് ഡിസ്റ്റിങ്വിഷ്ഡ് ആവുന്നത് എങ്ങനെയാണെന്ന്, നമ്മൾ ബാക്കിയുള്ള ജനങ്ങളിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ്ഡ് ആകുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് 33-ാം അധ്യായത്തിലാണ്. 33-ാം അധ്യായത്തിൽ അതെ, അതിന് 13-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ റെഫറൻസ് ആദ്യം തെറ്റായിട്ട് പറഞ്ഞ്. പുറപ്പാട് 33-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലാണ് ശരിക്കും ഡിസ്റ്റിങ്വിഷ്ഡ് ആവുന്നു, വിശേഷത ഉള്ളതായിരിക്കും എന്ന് പറയുന്നൊരു വാക്യം. 33-16 പുറപ്പാട് 33-16 വാക്യത്തിൽ അവിടെ മോശ ദൈവത്തോട് പറയുക, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത്. ഫേവർ, അന്ന് പഴയ നിയമത്തിലെ കൃപ എന്നുള്ള വാക്ക് ശരിക്കും ഇല്ല, മലയാളം ട്രാൻസ്ലേഷൻ കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫേവർ, ദൈവത്തിന് ഒരു പ്രസാദം ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? കൃപ കർത്താവിലൂടെ വന്നത്, കൃപയും സത്യവും കർത്താവിലൂടെ വന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 1:17 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്ന് പുതിയ നിയമത്തിൽ പറയുന്ന തരത്തിലുള്ളൊരു കൃപ കർത്താവിലൂടെ യേശുവിലൂടെ വന്നത്. എന്ന് ഇവിടെ കൃപ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഫേവർ എന്നുള്ളൊരു വാക്കാണ്, അതായത് പ്രസാദം. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ബാക്കിയുള്ള മനുഷ്യരുമായിട്ട് നമുക്ക് വേറെ എന്താ വ്യത്യാസമുള്ളത്? യേശുവിൻ്റെ ഒരു സാന്നിധ്യം നമ്മളെവിടെ പോയാലും കർത്താവിൻ്റെ ഒരു സൗരഭ്യവാസനയായിട്ട്, കർത്താവിൻ്റെ ഒരു ജീവന്റെ വെളിച്ചമുള്ളവരായിട്ട്, നമ്മളുടെ നോട്ടത്തിലും വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ കർത്താവിൻ്റെ ഒരു താഴ്മയും സൗമ്യതയും, പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെ മറ്റു മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ഇച്ഛയില്ലാതെ, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാസനാകാൻ കഴിയില്ലെന്ന് എവിടെ ഗലാത്യർ 1:10 വാക്യത്തിൽ സദാ പറയുന്നത്. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന തരത്തിൽ അവരെന്ത് വിചാരിക്കും, എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, എൻ്റെ സഹപ്രവർത്തകരെന്ത് വിചാരിക്കും, എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും,
ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്ത അവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തത്തില്ലേ? അങ്ങനെ നമ്മൾ മറ്റു മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക്, നമ്മുടെ സ്വയത്തിൽ നിന്നുള്ളൊരു മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ അകപ്പതിക്കുവാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് വേറെ വിശേഷതയൊന്നുമില്ല, വേലിയൊന്നുമില്ല. വേലിയെല്ലാം പൊളിച്ചു കളഞ്ഞു. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. വ്യത്യസ്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെന്തായിട്ട് കൃത്രിമമായിട്ടുള്ള എന്തെങ്കിലും നമ്മളുടെ ഒരു ഭാഷാ രീതിയിലൊരു വ്യത്യസ്തത നമ്മളായിട്ട് കൊണ്ടുവരുന്ന സ്വയത്തിലൊരു വ്യത്യസ്തതയല്ല, മറിച്ച് യേശുവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ കൂടെ പോരുന്നതിനാലല്ലയോ അവിടുത്തെ ജനം ഭൂതലത്തിലെ ബാക്കിയുള്ള ജനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവേ എന്നെ അതുപോലെ വ്യത്യസ്തനാക്കി തീർക്കണം. ശരിയാണ്, നമ്മൾ ഒരളവിൽ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് നമ്മൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയും കർത്താവെ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, എനിക്ക് ഇനിയും കർത്താവെ അധികമായിട്ട് കർത്താവെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളാവട്ടെ, ഓരോ പ്രയോഗങ്ങളാവട്ടെ, ഓരോ പ്രതികരണങ്ങളാവട്ടെ, നമ്മളുടെ ചില അഭിപ്രായങ്ങൾ നമ്മളുടെ കോളേജിലോ, നമ്മളുടെ ഹോസ്റ്റലിലോ, നമ്മളുടെ ക്യാമ്പസിലോ, നമ്മളുടെ ഓഫീസിലോ, ഹോസ്പിറ്റലിലോ ഒക്കെ നമ്മളുടെ സാക്ഷ്യം, നമ്മളുടെ അയൽവക്കത്ത്, നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ അപ്പനമ്മമാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെയുള്ള പെരുമാറ്റത്തിലൊക്കെ അവിടെയൊക്കെ ഒരു വേലിയുണ്ടോ? അവിടെ ഒരു കർത്താവ് നമുക്കൊരു തീമതിലായിട്ട് തീർന്നിട്ടുണ്ടോ? ഇസ്രായേലിനെ കുറിച്ച് സെഖര്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യം ഇനി പറഞ്ഞു വരുന്നത് എഫേസ്യർ 4 നമ്മൾ പോവുക. എഫേസ്യർ 4 അവിടെ ജാതികളെ പോലെ ആയിരിക്കരുത് എന്ന് പറയുന്നതിന് ഞാൻ ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പം കണ്ടതാണ്. ഇത് നമ്മളെ ബാക്കി മനുഷ്യരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ അല്ല നടക്കേണ്ടത്. കർത്താവ് നമ്മളുടെ കൂടെ വേണം, നമുക്ക് ചുറ്റൊരു വേലി വേണം. യെശയ്യാവ് 5 ആ വാക്യം നിങ്ങളെല്ലാവരും കണ്ടോ? യെശയ്യാവ് 5 2-ാമത്തെ വാക്യത്തിൽ അവൻ അതിനൊരു വേലി കെട്ടി എന്ന് പറയുന്നത്. ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുമ്പോൾ ഒരു വേലി കെട്ടി. നമ്മൾ എന്തെങ്കിലും ഒരു ചെടിയൊക്കെ നടുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തൈയോ ഒരു വാഴയോ എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ കുറച്ചൊന്ന് തടവൊക്കെ എടുത്തൊന്ന് വേലിയൊക്കെ കൊടുത്ത് ബാക്കിയൊന്നും വന്ന് കൊത്തി കയറി എല്ലാം ഒന്ന് നാശമാക്കാതെ വേലിയൊക്കെ ഇടുന്നത് പോലെ ബാക്കിയുള്ളതിൽ നിന്നൊരു വ്യത്യസ്തത. സെഖര്യാവിൻ്റെ പുസ്തകത്തിലെ വേറെ ചില വാക്യങ്ങൾ ഇന്ന് ബ്രദർ വായിച്ചാലും, സെഖര്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിന്ന് പാസിംഗ് ആയിട്ട് കോട്ട് ചെയ്തായിരുന്നു. എന്താ അത് എല്ലാവർക്കും പരിചയമുണ്ടോ? സെഖര്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ കർത്താവ് തന്നെയാണ് അതിന് ചുറ്റും ഒരു തീ മതിലായിരിക്കും. കർത്താവ് തന്നെയാണ് ഈ വേലി, വാതിൽ കർത്താവാണ്, ആടുകളുടെ വാതിൽ കർത്താവാണ് എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 10-7-9 വാക്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കുന്ന അറിയുന്ന കർത്താവ് തന്നെയാണ് വേലി. എന്ന് വെച്ചാൽ അന്ന് യെരുശലേം ദേവാലയം പണിതപ്പോൾ ആ ദേവാലയത്തിനൊരു മതിൽ കെട്ടാൻ വേണ്ടി, അതിനൊരു ചുവരുകൾ കെട്ടാൻ വേണ്ടി, മതിൽ കെട്ടാൻ വേണ്ടി എസ്രാ നെഹമ്യായുടെ സമയത്തൊക്കെ പ്രവചനാത്മാവ് അവർക്ക് നൽകുന്നതും അവരെ ആ മതിൽ കെട്ടാൻ വേണ്ടി. എന്ന് വെച്ചാൽ ലോകക്കാർക്കെല്ലാം കയറി നിറങ്ങാനുള്ള ഒരു കാര്യമല്ല, അടച്ചിടപ്പെട്ട പൂന്തോട്ടമാണ് എൻ്റെ കാന്ത എന്നൊക്കെ നമ്മൾ ഉത്തമഗീതം 4-12 വാക്യമൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ വാക്യമൊക്കെ കണ്ടതാണ്. ഇവിടെ സെഖര്യാവ് 2:5 ഞാൻ അതിന് ചുറ്റും, കർത്താവ് തന്നെ ഒരു തീ മതിലായിട്ട്. നമ്മളിപ്പം ഒരു ഹൗസ് വാമിങ് സെറമണിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോകുന്നു, നമ്മളൊരു പാല് കാച്ചിന് കയറി താമസം, അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു, നമ്മളുടെ കൂട്ടുകാരുടെ ഒരു റീയൂണിയന് പോകുന്നു, നമ്മളൊരു എക്സ്കർഷന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പം അവിടെയൊക്കെ ആ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ ഉറപ്പാക്കാനൊക്കെ ഒരു കാര്യമേ ഉള്ളൂ. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടൊന്ന് താഴ്ത്തി ഏൽപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറഞ്ഞ് കർത്താവ് നമ്മളുടെ ചുറ്റും ഒരു തീ മതിലായിട്ടിരിക്കും. അത് ഒരു പ്രൊട്ടക്ഷനാണ്, അതൊരു സംരക്ഷണമാണ്, എന്നാൽ അതൊരു ഡിസ്റ്റിങ്വിഷിങ്, മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കാര്യമായിട്ട്, ഒരു ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട്, നീ അവയിൽ നിന്നെല്ലാം വിട്ടുപോരുവിൻ എന്നൊക്കെ 2 കൊരിന്ത്യർ 6 ആ വാക്യങ്ങൾ. സ്ത്രീകളെ അവിടെ വീട്ടുതടങ്കലായിരുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം വിട്ടുപോരാനായിട്ട് ഭർത്താവിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഒരു വിട്ടുപോരാനായിട്ട് ദൈവം ഉത്സാഹിപ്പിച്ച ഒരു വചനമായിട്ട് സ്ത്രീകൾ പലപ്പോഴും അത് സാക്ഷിയായിട്ട് പറയുന്നത്. ഇവിടെ ഒരു തീമതിൽ കഴിഞ്ഞിട്ട് നമുക്ക് വിട്ടുപോരുന്ന ആ വചനത്തിലേക്ക് പോവാം. ഇവിടെ സെഖര്യാവ് 2:5 ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. ഐ വിൽ ബി ദ ഗ്ലോറി ഇൻ ദ മിഡ്സ്റ്റ്. നമ്മളുടെ ചുറ്റുമുള്ള ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ നല്ല പ്രസംഗങ്ങളോ, നമ്മളുടെ മൈക്ക് സെറ്റോ, നമ്മളുടെ മ്യൂസിക്കോ ഒന്നുമല്ല. കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിലെല്ലാം
നമ്മുടെ മഹത്വമായിട്ടായിരിക്കേണ്ട ഒരു കാര്യം. അതാ നമ്മളെ എല്ലാത്തിൽ നിന്നും ഡിസ്റ്റിങ്വിഷ്ഡ് ആക്കുന്നത്. 2 കൊരിന്ത്യരിലേക്ക് വരുമ്പം തിരിച്ചു എഫേസ്യരിലോട്ട് പോവാം. 2 കൊരിന്ത്യരിലേക്ക് അതിന് തൊട്ട് മുമ്പ് 2 കൊരിന്ത്യരിലെ ആ വാക്യം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? 6-ാം അധ്യായത്തിൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ് കൂടരുത്, 14-ാമത്തെ വാക്യം. അതുകൊണ്ട് നമ്മൾ പറയുന്നേ മാരേജ് കൺസിഡർ ചെയ്യുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ വിശ്വാസികളെ തന്നെ കൺസിഡർ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നതിൻ്റെ കാര്യം എന്താ? അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കമാൻഡ്മെൻറ്റാണ്. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ഡു നോട്ട് ബി ബൗണ്ട് ടുഗദർ, യോക്ഡ് ടുഗദർ. ഇത് ഒരു ക്ലോസ് അസോസിയേഷൻ. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വിവാഹം. അതുപോലെയുള്ള വേറെയും അതുപോലുള്ള ഒരു ക്ലോസ് ബിസിനസ് പാർട്ട്ണർ അതുപോലെയൊക്കെയുള്ളത് അവിശ്വാസികളുമായിട്ട് ഇണയില്ലാപ്പിണ കൂടുന്ന രീതിയിലേക്ക് പോയാൽ നമ്മളും അവരുടെ കൂട്ടത്തിൽ അവർ നമ്മളെയും കൂടെ വലിച്ചു ചാടിച്ച് ഏതെങ്കിലുമൊക്കെ കുഴി കൊണ്ടുവന്ന് ചാടിക്കും. അപ്പം സാഗ്ബർ പറഞ്ഞ കണക്ക് അവിശ്വാസിയെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ അമ്മായിപ്പൻ ആരായിരിക്കും എന്ന് ചോദിച്ചു. അവിശ്വാസികളുടെ പിതാവ്, നമ്മളുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ്. അവിശ്വാസികളുടെ കർത്താവിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിതാവ് ആരാ? സാത്താൻ, പിശാച്. നിങ്ങളുടെ പിതാവ് ഭോഷ്കിന്റെ പിതാവ് എന്നൊക്കെ യോഹന്നാൻ 8 പറയുന്നുണ്ട്. അപ്പം അവിശ്വാസികളെ കല്യാണം കഴിച്ച അമ്മായിപ്പൻ ആരായിരിക്കും? പിശാചായിരിക്കും. അപ്പം പിന്നെ അമ്മായിപ്പനോട് വീട്ടിൽ വരണ്ടെന്ന് പറയാൻ നിൽക്കുമോ? ഇടയ്ക്ക് അമ്മായിപ്പൻ വന്ന് വിസിറ്റ് ചെയ്യും, പല കാര്യങ്ങളൊക്കെ കുളവാക്കിയിട്ട് പോവും. അങ്ങനെയൊക്കെയുള്ള എത്രയോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം നമ്മളിവിടെ ആ ഒരു വേർപാട് ഇപ്പം നമ്മൾ എഫേസ്യർ 4:17 മുതലുള്ള വാക്യങ്ങളിലാണ് ആ ഒരു പൗലോസിന്റെ ഹൃദയഭാരം നമ്മൾ കണ്ടേ അവിടെ. എന്താ, ലോകത്തിലൊക്കെ ഉള്ള അവർ അന്ധബുദ്ധികളായിട്ട് ജ്ഞാനമില്ലാതെ അവരുടെ അജ്ഞാനത്തിൽ വ്യർത്ഥബുദ്ധിയിലൊക്കെ നടക്കുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് എന്നുള്ളൊരു കാര്യം. ഇവിടെ നമ്മൾ 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുട്ടിലുള്ള എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, വിഗ്രഹങ്ങളും അതുപോലെയുള്ള മന്ത്രവാദവും പൂജയും അതുപോലൊക്കെയുള്ള ചരടുകെട്ടും പിന്നെ അതുപോലൊക്കെയുള്ള ജാതീയമായ പല ആചാരങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ്, വിജാതീയമായ എല്ലാത്തിൽ നിന്നുള്ള ഒരു അതിനോട് നമ്മളുടെ മനസ്സിൽ പോലും അതിനോടൊരു മമത പോലും ഉണ്ടായിരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അതിന് കൂട്ടാളികളായിട്ട് അതിൻ്റെ ശിക്ഷാവിധി നമ്മളുടെ മേലും പിശാച് നമ്മളുടെ മേലും അവകാശം പറയാൻ വരും. ക്രിസ്തുവിനും ബെലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം? 15-ാമത്തെ 2 കൊരിന്ത്യർ 6:15. അല്ല, വിശ്വാസികൾക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരിയാ? വാട്ട് ഹാസ് എ ബിലീവർ ഇൻ കോമൺ വിത്ത് ആൻ അൺബിലീവർ? 16-ാമത്തെ വാക്യം, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? ഇന്ന് ദേവാലയങ്ങൾ എന്ന് പറയുന്ന പലയിടങ്ങളിലും വിഗ്രഹങ്ങൾ കൊണ്ട് വെച്ചേക്കുക. യേശുവിന്റെ വിഗ്രഹം എന്ന് പറയുന്നു, മറിയയുടെ വിഗ്രഹം എന്ന് പറയുന്നു, പുണ്യവാളന്മാരുടെ വിഗ്രഹം എന്ന് പറയുന്നു. എത്ര ജുഗുപ്സാവഹമായ കാര്യം, അറപ്പുളവാക്കുന്ന കാര്യമായിരിക്കും ദൈവത്തിന്. കുറച്ച് കട്ടിയുള്ള വാക്കായി പോയിരുന്നു ജുഗുപ്സാവ, അബോമിനേഷൻ, ഡിറ്റസ്റ്റബിൾ. ദൈവത്തിന് ചീഞ്ഞ് അടിഞ്ഞു നാറുന്ന അതാണ് ഒരു വിഗ്രഹാരാധന വിട്ടോടുവെന്നൊക്കെയാണ് നമ്മൾ 1 കൊരിന്ത്യർ 10:14 വായിക്കുന്നത്. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമ്മൾ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. അവരുടെ നടുവിൽ ഞാൻ അങ്ങ് സാക്ഷിയായിട്ടിരുന്നോളാം. അവർക്ക് എന്തെങ്കിലും സാക്ഷിയൊക്കെ വേണ്ടേ? അതുകൊണ്ട് അവരുടെ നടുവിൽ ഞാനും ഒന്ന് സാക്ഷിയായിട്ടിരുന്നോളാം എന്നല്ല, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ. കം ഔട്ട് ഫ്രം ദ മിഡ്സ്റ്റ് ആൻഡ് ബി സെപ്പറേറ്റ്. സ്ത്രീയിലൂടെ അന്ന് ദൈവം ആ വചനത്തിലൂടെ വീട്ടിലിടങ്ങളിലായിരിക്കും സമയത്ത് എങ്ങനെ ഇതിൽ നിന്നെല്ലാം പുറപ്പെട്ട് വരണം. കല്യാണത്തിനായിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് ദൈവഹിത പ്രകാരം കല്യാണമൊക്കെ സഹോദരങ്ങൾ മുഖാന്തരം സഭ മുഖാന്തരമൊക്കെ എല്ലാം ഉറപ്പിച്ചു. അതിനുശേഷം പക്ഷേ പേരൻസ് അവരുടെ അന്നത്തെ തീവ്രതയിൽ തീക്ഷ്ണതയിൽ, ഇന്ന് പേരൻസ് ഞങ്ങളോട് വലിയ സ്നേഹമാണ് കേട്ടോ, അത് വേറെ കാര്യം. ഇന്ന് അവർ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ പോലും വളരെ വെമ്പലോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്നാൽ അന്ന് അവർക്ക് കർത്താവിനെ അറിയാത്തതുകൊണ്ട് അന്ന് അവരങ്ങനെ ചെയ്തു എന്നുള്ളത്. എന്നാൽ ആ ഒരു സമയത്ത് കർത്താവിനെ പ്രതി നമ്മളുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മുടെ ശത്രുക്കളാവും എന്നുള്ള കാര്യം മത്തായി 10-ാം അധ്യായത്തിൽ ഇപ്പം മഹാദേവനൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം വീട്ടിലുള്ളവർ തന്നെ നമുക്ക് ചിലപ്പം നമ്മളൊക്കെ അടിക്കും, ഇടിക്കും. സ്ത്രീകളാണെങ്കിൽ മൂത്ത ചേട്ടന്മാര് മുടി പിടിച്ച് വലിച്ച് താഴത്തിട്ട് എന്തോ ഒരു ചേട്ടനോ കണ്ട് വെട്ടുവത്തിയൊക്കെ എടുത്തോണ്ട് വന്നു. പിന്നെ വേറെ ആരോ അമ്മയായിരുന്നു തടുത്തു. അതുകൊണ്ട് ഇവിടുന്ന് ജീവനോട് ഇരുന്ന് പാട്ട് പാടുന്നു.
വെട്ടുകത്തിയൊന്നും കൊള്ളാതെ കർത്താവ് കാത്ത് കാലെ പിടിച്ചടിക്കാൻ നോക്കിയിരുന്നു. ഏതാണ്ടൊക്കെ അത് ഏതാണ്ട് വലിയ കമ്പൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ അടിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. എനിക്ക് പിന്നെ കൈ കൊണ്ടുള്ള അടിയൊക്കെ കിട്ടിയിട്ടുള്ളൂ, കണ്ടുകൊണ്ടുള്ള അടിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ഇനി ഭാവിയിൽ ഓഫ്കോഴ്സ് മഹോപദ്രവം അതൊക്കെ വരുമ്പോൾ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. എനിക്ക് അച്ഛനും ചേച്ചിയൊക്കെ വിഗ്രഹത്തിന് വിളക്കെത്തിക്കാതൊക്കെ ഇരുന്നപ്പം അവരെ ദേഷ്യത്തിൽ കൈകൊണ്ട് അടിക്കുകയും ഭയങ്കര വഴക്ക് പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നുമെല്ലാം നമ്മൾ അവരുടെ കൂടെ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് അയ്യോ അവരെന്ത് പറയും, എൻ്റെ കൂട്ടുകാർ പറയും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ അല്ല. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും ഒരു സെപ്പറേഷൻ. നമ്മുടെ കുടുംബം അത് നമുക്ക് ആക്ഷരികമായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സാഹചര്യങ്ങളുടെ ഇതിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടെ താമസിക്കേണ്ടതൊക്കെ വന്നേക്കാം. പക്ഷെ എങ്കിലും ആത്മാവിൽ ആ ഒരു വലിയൊരു വാൾ ഓഫ് സെപ്പറേഷൻ വേണം, ഒരു വേർതിരിക്കുന്ന ഒരു മതിൽ വേണം. അത് ക്ലിയർ ആയിരിക്കണം. അത് നമ്മളുടെ എല്ലാ പ്രതികരണത്തിലും എല്ലാ നിലപാടിലും എല്ലാം ക്ലിയർ ആയിരിക്കണം. വേർപെട്ടിരിക്കുകയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടുപോലും ചെയ്യരുത്. അതാ 2 കൊരിന്ത്യർ 6:17. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായിരിക്കും. പലയിടത്തും പുത്രന്മാരെന്ന് മാത്രമേ പറയുന്നത്. ഇവിടെ സ്പെസിഫിക്കായിട്ട് പുത്രന്മാരെന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി കൂടെ ആ വാക്യം ഒന്ന് കർത്താവ് എഴുതി വെച്ചതുകൊണ്ട് അവിടെ പുത്രന്മാരെന്നും കൂടെ. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാ സഹോദരിമാർക്കും ഓരോ സഹോദരിമാർക്ക് വേണ്ടി കൂടെ. അപ്പോൾ എനിക്ക് പുത്രന്മാർ, യു വിൽ ബി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ടു മീ, പുത്രന്മാരും പുത്രന്മാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ്. ബൈബിളിൽ ദൈവത്തെ സർവശക്തൻ എന്ന് വിളിക്കുന്ന പുതിയ നിയമത്തിലെ പാൻഡാക്രറ്റോർ എന്നുള്ള ഒരു ഗ്രീക്ക് പദം അവിടെ സർവശക്തൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പാൻഡാക്രറ്റോർ അത് 10 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 9 തവണയും വെളിപാട് പുസ്തകത്തില, ഒരേ ഒരു തവണയെ വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം നമ്മൾ വായിച്ച ഈ ഒരു 2 കൊരിന്ത്യർ 6:18 സർവശക്തനായ കർത്താവ് പാൻഡാക്രറ്റോർ എന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ വേർപെട്ട് പറഞ്ഞോക്കി നല്ല ശക്തിയുള്ള കർത്താവെന്ന് നമ്മൾ തിരിച്ചറിയണം. ചെങ്കടലിനെ പിളർന്ന് മിസ്രൈമിൽ നിന്ന് ഈജിപ്തിനെ, മിസ്രൈമിൻ സൈന്യത്തിൽ നിന്നും എല്ലാം രക്ഷിച്ച ആ ഒരു കർത്താവിൻ്റെ ഒരു സർവ്വശക്തിയുള്ള ആ ഒരു ബലമുള്ള ഭുജം, കർത്താവിൻ്റെ ഭുജം നമ്മളോട് കൂടെ ഇരിക്കും. നമ്മൾ കർത്താവിനോട് റെസ്പോണ്ട് ചെയ്ത് കർത്താവ് പറയുന്ന കാര്യങ്ങളങ്ങ് അനുസരിച്ച് അങ്ങ് കീഴടങ്ങി കൊടുത്താൽ മതി. കർത്താവ് സർവശക്തനായ പാൻഡാക്രറ്റോ, എല്ലാ ശക്തിയും, ഓൾമൈറ്റി ഗോഡ്, ദസ് ഈസ് ദ ലോർഡ് ഓൾമൈറ്റി. ബൈബിളിൽ പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ ഒഴിച്ചാലും സർവശക്തൻ എന്ന് ദൈവത്തെ വിളിച്ചിരിക്കുന്ന ഒരേ ഒരു വേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 6:18 വാക്യം, ലോർഡ് ഗോഡ് ഓൾമൈറ്റി. അത് വെളിപാട് പുസ്തകത്തിൽ 9 തവണ. ബാക്കി സർവശക്തൻ നമ്മൾ വെളിപാട് പുസ്തക പഠനത്തിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. 9 തവണ അവിടെ റെഫറൻസ് ഉണ്ട്. ദൈവം എല്ലാം കാക്കി കുറിച്ചെന്നോ എന്താ പറയുക, എന്താ പറയുക, കലക്കി കുറിച്ചെന്നോ എന്ന് പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് 10 തവണ ഈ ഒരു പദം ഗ്രീക്കിൽ പ്രയോഗിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അത് സ്പേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. നമുക്ക് തിരിച്ച് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. ആ എഫേസ്യ ലേഖനത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ മതില് പണിയപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നമുക്ക് മതിലായിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നും കർത്താവ് നമ്മുടെ മതിലായിട്ടായിരിക്കാൻ അവിശ്വാസികളോട്, നമ്മുടെ അവിശ്വാസികൾ വെറുക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല, നമ്മളവരെ സ്നേഹിക്കണം, നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ശുശ്രൂഷയും ചെയ്യുവാനും അവരെ നമ്മളെക്കാട്ട് പ്രാധാന്യമുള്ളവരായിട്ട് കണ്ട് അവരെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും എല്ലാം വേണം. എന്നാൽ നമുക്ക് അവരുടെ നിലപാടുകൾ, ലോകത്തിൻ്റെതായ ഒരു കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം, ഞങ്ങളുടെ ആ ഒരു മഹിമ, ആ ഒരു ലോകത്തിൻ്റെതായ ഒരു എന്താണ് പറഞ്ഞേ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവനത്തിന്റെ പ്രതാപമുണ്ട്, അതാ ലോകത്തിൻ്റെതായ. അതിനോട് നമുക്ക് അതെല്ലാം ലോകത്തിന്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ മഹത്വമായത് ദൈവത്തിന് അറപ്പാന്ന് എവിടെ പറയുന്നത്? ലൂക്കോസ് 16:15 പറയുന്നത്. ലൂക്ക് 16:15 എന്താ പറയുന്നത്? വാട്ട് ഈസ് ഹൈലി എസ്റ്റീംഡ് അമംഗ് മെൻ ഈസ് അബോമിനബിൾ ബിഫോർ ഗോഡ്, ഇസ് എൻ അബോമിനേഷൻ, ഇറ്റ്സ് ഡിറ്റസ്റ്റബിൾ. അറപ്പുളവാക്കുന്ന ജുഗുപ്സാവഹമായ കാര്യം, ലോകത്തിന് മുമ്പാകെ വലിയ കാര്യങ്ങളായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെ കണ്ണിൽ അത് ഏറ്റവും അറപ്പുളവാക്കുന്ന കാര്യമാണ്. അത് നമ്മൾ തിരിച്ച് എഫേസ്യ ലേഖനം എന്ന് പറയുമ്പം, എഫേസ്യ ലേഖനം AD 60-62 കാലയളവിൽ റോമിലെ AC റൂമിൽ നിന്ന് എഴുതിയതാണ് അല്ലേ പൗലോസ്. റോമിലെ കാരാഗ്രഹത്തിൽ നിന്നാണ് പൗലോസ് ഇത് എഴുതുന്നത്. 4 പ്രസന്റ് ലെറ്റേഴ്സിലുള്ളതിൽ ഒന്നാണ് എഫേസ്യ ലേഖനം. അപ്പം എഫേസ്യ ലേഖനം എഫേസ്യ ലേഖനം ചാപ്റ്റർ ഡിവിഷനൊക്കെ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമേ ചാപ്റ്റർ ഡിവിഷൻ വന്നത്. എങ്കിൽ പോലും അത് നീറ്റായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 അധ്യായങ്ങളുള്ളതിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ മൊത്തം
ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ നമ്മൾ എന്തൊക്കെയാണ്, ക്രിസ്തുവിൽ നമ്മൾ എന്തൊക്കെ, കർത്താവ് സകല ആത്മീയാനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എഫേസ്യർ 1:3 നമ്മളെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു സ്വർഗസ്ഥലങ്ങളിൽ. എഫേസ്യർ 2:6-7 വാക്യങ്ങൾ. 3-ാം അധ്യായത്തിൽ ആ സഭയുടെ മർമ്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ 3-ാം അധ്യായത്തിന്റെ അവസാനം നമ്മളിപ്പം മുമ്പ് പാടിയ പാട്ടിൽ പോലെ നിത്യമാ സ്നേഹത്തിന്റെ ആഴവും ഉയരവും ഒക്കെ അറിയുന്നതിനെ കുറിച്ചൊക്കെ അതിന്റെ 18-19 വാക്യങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. 18-ാമത്തെ വാക്യം കൊളോസ്യർ 3:18 വീതിയും നീളവും ഉയരവും ആഴവും 4 ഡയമെൻഷൻ. സാധാരണ നമ്മൾ 3 ഡയമെൻഷൻ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് പറയുന്നത്. ഇവിടെ ഡെപ്തും കൂടെ പറഞ്ഞിരിക്കുക, ഹൈറ്റും ഡെപ്തും. അത് വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അത് ദൈവം തന്നെ നിങ്ങൾ ചോദിക്കുന്നതിൽ അത്യന്തപരമായിട്ട് ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നുള്ള കാര്യം 20-21 വാക്യങ്ങളിലൊക്കെ പറയുന്നു. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും 3:20 എഫേസ്യർ 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേകം തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് therefore അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുക. അതുകൊണ്ട് എന്നുള്ളത് നമ്മുടെ മലയാളം പരിഭാഷയിൽ വിഴുങ്ങിക്കളഞ്ഞ് അവിടെ ഒരു ഓൻ എന്ന് പറഞ്ഞ പദമുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മൾ കണ്ണൂർ പ്രദേശത്തൊക്കെ പോയാൽ അവൻ, എനിക്കൊന്ന് കോഴിക്കോടൊക്കെ എങ്ങനെ ആയിരിക്കും ഓൻ എന്ന് പറയും. ഓൻ എന്ന് പറഞ്ഞാൽ അവൻ, പക്ഷെ ഇവിടെ ഗ്രീക്കിൽ ഓൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നൊരു വാക്ക് അവിടെ മലയാള പരിഭാഷയിൽ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഓൺ പറഞ്ഞാൽ therefore the prisoner of the Lord എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷിലും തുടങ്ങുന്നത്. അപ്പോൾ ആ എഫേസ്യർ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു, ഞാൻ പ്രശ്നമായിരിക്കുന്നു, ഞാൻ ജയിലിലായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ വിളിക്ക് ഒത്തവണ്ണം, ആ വിളിക്ക് യോഗ്യമാം വെണ്ണം പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ഒക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി കർത്താവ് നമുക്ക് സഭയ്ക്ക് എന്തൊക്കെയാ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും 11-ാമത്തെ വാക്യം നമ്മളെ ഇതുപോലെ ഒന്ന് എക്വിപ്പ് ചെയ്യാൻ വേണ്ടി, വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോസ്തലന്മാരെ. നമുക്ക് അപ്പോസ്തലന്മാരുണ്ടോ? ആദ്യം അപ്പോസ്തലന്മാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ ഇപ്പോഴും അപ്പോസ്തലന്മാരുണ്ടോ? സഭയുടെ മുപ്പന്മാർക്ക് ഒരു പിതാവിന്റെ ഹൃദയത്തോടെ സാങ്ക്ബേറിനെയും ജോജിബേറിനെ പോലെയൊക്കെയുള്ള സഹോദരങ്ങളെ ആ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയാണ്. അവർ തങ്ങൾ തന്നെ അപ്പോസ്തലന്മാരെന്നൊന്നും പറയത്തില്ല, പക്ഷെ അത് അപ്പോസ്തലിക ശുശ്രൂഷ സഭയെ പ്ലാൻ ചെയ്ത് സഭയുടെ നേതാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സഹോദരങ്ങളെ. അപ്പൊ അപ്പൊ നമുക്ക് ഇന്ന് പലയിടങ്ങളിലും പലരും സ്വയം അപ്പോസ്റ്റൽ സോ പ്രോഫറ്റ് സോ എന്നൊക്കെ പറഞ്ഞ് പേരെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പണസ്നേഹം കണ്ടാൽ തന്നെ നമുക്ക് അറിയാം, പണത്തിന് വേണ്ടി നിങ്ങൾ ഈ അപ്പോസ്റ്റൽ ഇന്നാരുടെ അല്ലെങ്കിൽ പ്രോഫറ്റ് ഇന്നാരുടെ ഇതിനു വേണ്ടി ഇത് ചെയ്താൽ, കോൺട്രിബ്യൂട്ട് ചെയ്താൽ നിങ്ങളെ ദൈവം അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതെല്ലാം വളരെ ബിഗ് ഹോക്സ് ആണ്, അതെല്ലാം ഹംബക്സ് ആണ്, അല്ലെങ്കിൽ അതൊക്കെ കള്ളപ്രവാചകന്മാരാണ്, അവര് ദ്രവ്യാഗ്രഹികളാണ്, ദ്രവ്യദാസന്മാരാണ്, ദൈവദാസന്മാരല്ല എന്നുള്ള കാര്യം സംശയം നമുക്ക് പറയാനൊക്കെ. എന്നാൽ ഇവിടെ നമ്മുടെ അതുപോലെയുള്ള സഹോദരങ്ങളെ നമുക്ക് ദൈവം അപ്പോസ്തലന്മാരെ 11-ാമത്തെ വാക്യം ചിലരെ ചിലരെ അപ്പോസ്തലന്മാരായിട്ട് ചിലരെ പ്രവാചകന്മാരായിട്ട് ദൈവത്തിന്റെ ഒരു ശബ്ദം ഒരു തലമുറയ്ക്കായിട്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാരത്തോടെ ശബ്ദത്തോടെ സത്യങ്ങളെ വിളിച്ചു പറയുന്ന ഒരു പ്രവാചക ശബ്ദത്തോടെ എഴുന്നേൽപ്പിക്കുന്ന സഹോദരന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കാനായിട്ട് ഇവാഞ്ചലിസ്റ്റുകൾ, ചിലരെ ഇടയന്മാരായിട്ട് ഷെപ്പേർഡ്, ഒരു ഇടയന്റെ ഹൃദയത്തോടെ ആടുകളെ സഭയിലുള്ള സഹോദരങ്ങളെ നോക്കുന്ന സഹോദരങ്ങൾ, ഉപദേഷ്ടക്കന്മാരെ, ടീച്ചിങ് മിനിസ്ട്രി, ആ ഒരു വേർഡ് അതിൻ്റെ ഡോക്ടറിൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഇവിടുന്ന് നോക്കി എടുത്ത് കറക്റ്റായിട്ട് ടീച്ച് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റുള്ള ടീച്ചേഴ്സ്, ഉപദേശകന്മാർ അങ്ങനെയൊക്കെ നിയമിച്ച് അങ്ങനെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് നമ്മളെല്ലാവരും ആ കർത്താവിൻ്റെ പരിജ്ഞാനത്തോളം വളർന്ന് തലയോളം വളരണം. 16-ാമത്തെ വാക്യം ശിശുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി. ഇപ്പം തന്നെ ശിശുക്കൾ നമുക്കറിയാം, ഇവിടെയുള്ള ശിശുക്കൾ തന്നെ അടങ്ങിയിരിക്കത്തില്ല. അവിടെ ഒരു ശിശു ഇപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് അടങ്ങിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ശിശു അവിടെ പോയി ഉറങ്ങുമെന്ന് തോന്നുന്നില്ല. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആടി ഒളിഞ്ഞ് അവരുടെ തിരിക്കത്തില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അവരുടെ പ്രായത്തിന്റെ കൊണ്ട് അവർ പിരിവിരിപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഓടി നടക്കും. എന്നാൽ ആത്മീയമായിട്ട് നമ്മൾ വളരുന്നതാണെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുതിർന്നവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഓടി നടക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ, അത് സാരമില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരിടത്ത് ഇരിക്കുന്നു, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. അപ്പം അത് അങ്ങോട്ട് ഓരോ ഉപദേശത്തിന് കാറ്റിനാൽ അവരങ്ങനെ പറയുന്നു, ആ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു ഉപദേശം പറയുന്നു, ആ ചർച്ചിൽ ഇങ്ങനെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലിഞ്ഞ് പോകാതെ നമ്മൾ കർത്താവിൽ വേരുറച്ച് വളരണം, തലയോളം വളരണം. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് 17-ാമത്തെ വാക്യം, ആകയാൽ ഇത് ആയതുകൊണ്ട് അങ്ങനെ വളർച്ച പ്രാപിക്കണം. ആകയാൽ അതുകൊണ്ട് ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുക, കർത്താവിൽ ഞാൻ ടെസ്റ്റിഫൈ ചെയ്യുവാണ്. ഞാൻ സ്വയമായിട്ടെന്തെങ്കിലും സാക്ഷ്യം പറയുകയല്ല, ഞാൻ
യേശുവിൽ മറഞ്ഞിരുന്നാണ് ഞാൻ ഈ പറയുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താ പറയുന്നത്? യേശുവിൽ സാക്ഷീകരിച്ച് പറയുന്നത് 17-ാമത്തെ വാക്യം, എഫേസ്യർ 4:17, ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്ന്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ, അവരുടെ വ്യർത്ഥബുദ്ധി, ഫ്യൂട്ടിലിറ്റി ഓഫ് ദ മൈൻഡ്, നമ്മളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാണ് ഇവിടെ റോമർ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ വ്യർത്ഥബുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് പുതുക്കുന്നൊന്നുമില്ല. അവർ ലോകക്കാർ ചിന്തിക്കുന്നത് പോലെയുള്ളൊരു ചിന്താഗതിയാണത്. നമ്മളും അവരുടേതായ ഫാഷനുകൾ, സ്റ്റൈലുകൾ, ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, എക്സ്പോസിങ് ക്ലോത്ത്സും, അങ്ങനെയൊക്കെയുള്ള ലോകക്കാരുടെ ഒരു പാഷൻസും അതുപോലെയുള്ള ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ എന്താ, ഈ വ്യർത്ഥബുദ്ധിയുടെ കൂട്ടാണ് നമ്മളും പോകുന്നത്. അതാ നമ്മളിവിടെ വായിക്കുന്ന, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായിട്ട്, ഇപ്പം ആരെങ്കിലും ചെന്ന് മന്ദബുദ്ധി എന്ന് വിളിച്ചില്ല, അവരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവരെ അന്ധബുദ്ധികളായി വെച്ചാൽ അവരെ ഇത് ഡാർക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ വിവേകത്തിലെ കർത്താവിൻ്റെ വെളിച്ചം വന്നിട്ടില്ല, അന്ധകാരമാണ്. അത് അന്ധബുദ്ധികളായിട്ട് അജ്ഞാനം നിമിത്തം, ഇഗ്നോറൻസ്, അവർക്ക് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല. അജ്ഞാനം നിമിത്തം ഹൃദയം അങ്ങ് കഠിനപ്പെടുത്തിയിരിക്കും. അവരുടെ ആത്മാവിന്റെ കണ്ണായിട്ടുള്ള മനസാക്ഷി അവരങ്ങ് കഠിനപ്പെടുത്തി പല കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് അറിയാം. എങ്കിലും അവരങ്ങ് കഠിനപ്പെടുത്തി സുവിശേഷം കേൾക്കാൻ അവർക്ക് പേടിയാന്ന് വെച്ചാൽ, സുവിശേഷം കേട്ട് കളഞ്ഞാൽ മനസ്സാന്തരപ്പെട്ട് പോകുമെന്ന് പേടിയാണ്. അപ്പൊ ചിലരുണ്ടല്ലോ, അയ്യോ നിങ്ങളെ കൂടുതൽ പറയണ്ടേ, ഞാനും ചിലപ്പോൾ അങ്ങ് മാറിപ്പോകുന്നുണ്ട്, ഇവരോട് അധികം എടുക്കരുത് എന്ന് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളോട് പറയുകയോ, ഇന്ന ആളുണ്ട് കൂടുതൽ എടുക്കരുത്, ചിലപ്പം നമ്മളെ കൂടെ ക്രിസ്ത്യാനിയാക്കി കളയും, അതുകൊണ്ട് സൂക്ഷിച്ചാണ് എന്നുവെച്ചാൽ അവരിങ്ങനെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെടുത്തി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയാൽ നമ്മളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്നു. അപ്പൊ അങ്ങനെ അവർ ഹൃദയകാഠിന്യം നിമിത്തം അങ്ങനെ തന്നെ ആയിരിക്കുക. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയി. 19-ാമത്തെ വാക്യം, അങ്ങ് തഴമ്പ്, ഈ കാലിനൊക്കെ തഴമ്പ് വരുമ്പം നല്ല പാറക്കല്ലൊക്കെ ഉണ്ടായാലും വലിയ വേദനയൊന്നുമില്ല, എന്നുവെച്ചാൽ തഴമ്പ, ഒന്നും അറിയുന്നില്ല, എന്നുവെച്ചാൽ മനസ്സ് അതുപോലെ അങ്ങ് തഴമ്പിച്ചു പോയി. അവര് കാലസ്, ദേ ഹാവിങ് ബിക്കം കാലസ്, അതുപോലെ അങ്ങ് സീസ് ടു ഫീൽ പെയിൻ എന്നുള്ളൊരു വാക്ക, പാൽജസ് എന്നുള്ളൊരു വാക്ക, കാലസ് ആയിട്ട് തഴമ്പിച്ചു പോയി. തഴമ്പിച്ചു പോയൊരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത്ര സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങളോ, ഇതൊക്കെ അവരെ കല്ലെറിയാനല്ല, പക്ഷെ നമ്മൾ അതുപോലുള്ള ഒരവസ്ഥയിലായിരുന്നു. ദൈവം കർത്താവ് കരുണ കാണിച്ചു, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെക്കാട്ടി കേമന്മാരായിരുന്നേനെ. കർത്താവിന്റെ കരുണയായാലും നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ, യേശുവിൽ എന്തുണ്ട്? സത്യമുണ്ട്. ആ സത്യത്തിന്റെ വെളിച്ചമുണ്ട്, ജീവനുണ്ട്, ജീവന്റെ സമൃദ്ധിയുണ്ട്. ആ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ചല്ല, അവനെ കേട്ട്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ കുറിച്ച് എന്നുള്ള 20-21 വാക്യങ്ങളിൽ അത് മലയാള പരിഭാഷയിലൊരു എക്സ്ട്രാ അഡീഷനായി ഗ്രീക്കിലും ഇംഗ്ലീഷിലും അതില്ല. അവനെ കേട്ട്, കർത്താവിനെ നമ്മൾ കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ, യേശുവിനെ ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാലും, മോഹങ്ങളെ ചതിക്കുന്ന മോഹങ്ങളാണ്. ചില ജഡമോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം പല ക്യാമ്പസിലൊക്കെ ഓരോരുത്തരങ്ങ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു, കുറച്ചൊന്ന് ചാറ്റ് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ ചീറ്റ് ചെയ്യുന്നു, പിന്നെ ജീവിതം തന്നെ ചീറ്റി പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. വെച്ചാൽ ആരും കാണുന്നില്ല. ഗുഡ് മോർണിംഗ് കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ, ഇത്ര കരുതലുള്ള ഫ്രണ്ടാണ്, അയ്യോ എവിടാ ഇപ്പോൾ, എന്ത് കഴിച്ചു, എവിടെ പോയി, അങ്ങനെയൊക്കെ ചോദിച്ച് ചാറ്റ് ചെയ്ത് അവസാനം അവര് ചീറ്റ് ചെയ്ത്, പേരൻസിനെ എല്ലാം ചീറ്റ് ചെയ്ത്, എല്ലാവരെയും ചീറ്റ് ചെയ്ത് അവസാനം ജീവിതം തന്നെ ചീറ്റിപ്പോയിട്ട് നമ്മളുടെ അതുപോലുള്ള കാര്യങ്ങൾ, ചതിമോഹങ്ങൾ വെച്ചാൽ നമ്മൾ ആ സമയത്ത് അവർക്കൊരു ചതിയായിട്ട് തോന്നില്ല. ഇത് നല്ല കൊള്ളാമല്ലോ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ കറങ്ങാൻ പോകുന്നു, ഒരുമിച്ച് ഫുഡടിക്കാൻ പോകുന്നു, ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോകുന്നു, നമ്മൾ വേറെ ഒന്നുമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് തൊട്ടുരുമുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ അങ്ങ് ഒരു ബ്രേക്കിൻ ലഗാനോ ഇല്ലാതെ അങ്ങ് പല കുഴികളിലൊക്കെ ചെന്ന് ചാടി വലിയ പ്രയാസമൊക്കെ ആവുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് ലെസ് ഓഫ് ഡിസീറ്റ്ഫുൾനെസ്. നമ്മൾ ധനത്തിന്റെ വഞ്ചന എന്ന് കർത്താവ് എവിടെ പറയുന്നേ? മർക്കോസ് 4:19 മത്തായി 13:22 ഒക്കെ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്, ധനം, പണം കൂടുതലും ഞായറാഴ്ചയും കൂടെ വർക്ക് ചെയ്ത് കുറച്ചുകൂടെ പണം, അങ്ങനെ ധനത്തിന്റെ വഞ്ചന, അതൊരു വഞ്ചനയാണ്. കൂടുതൽ കിട്ടിയ
ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഇപ്പൊ ഇല്ലാത്ത ആള്. അപ്പൊ അദ്ദേഹത്തോട് ആരോ ഇന്റർവ്യൂല് ചോദിച്ചു, താങ്കളുടെ ആഗ്രഹം എന്താ? ഇനി കുറച്ചുകൂടെ ഒന്ന് സമ്പാദിക്കണം എന്നാണ്. പുള്ളി അപ്പോഴത്തെ അന്നത്തെ ഇതില് ലിസ്റ്റിൽ ഏറ്റവും റിച്ചസ്റ്റ് മാനാ. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ എന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും മതി വരത്തില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന നമ്മളെ കൊണ്ട് പറ്റുന്നതിന് വെക്കുന്ന അത്രയും നമ്മളെ ദൈവഹിതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് തീർച്ചയായിട്ടും നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കണം, സമ്പാദിക്കണം. എന്നാൽ അതിൻ്റെ ഒരു വഞ്ചനയിൽ നമ്മൾ കുടുങ്ങി പോകാതെ ഇപ്പോൾ കൂട്ടായ്മ മിസ് ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ദൈവം നമുക്കൊരു ജ്ഞാനവും കാര്യങ്ങളൊക്കെ തരും. അപ്പം ധനത്തിന്റെ വഞ്ചന എന്ന് അവിടെ കർത്താവ് അവിടെ ആ വിതയ്ക്കുന്നവന്റെ ഉപമയിലെ കർത്താവ് ധനത്തിന്റെ വഞ്ചനയെക്കുറിച്ച് പറയുന്നത് മത്തായി 13:22 മർക്കോസ് 4:19 അത് പറയുന്നുണ്ട്. ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താ? ധനം മാത്രമല്ല വഞ്ചിക്കുന്നത്, നമ്മളുടെ മോഹങ്ങള്, ലസ്സുകള്, ജഡിക മോഹങ്ങള്, ആ ഒരു ഓപ്പോസിറ്റ് ജെൻഡറെ കാണുമ്പോൾ ഉള്ള ഒരു കിണക്കം, അതൊക്കെ കുറച്ച് വഞ്ചിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ തന്നെ കർത്താവിൻ്റെ മുമ്പാകെ അതുപോലെ കർത്താവെ ഈശോ കർത്താവ് നമ്മൾ ബഹുമാനിക്കുന്ന ഏതെങ്കിലും സൗകര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്? അതുപോലാണോ നമ്മളെ എല്ലാവരോടും, നമ്മളുടെ അയൽവക്കത്താവട്ടെ, ജോലിസ്ഥലത്താവട്ടെ, മൊബൈലിലാവട്ടെ, സഹപ്രവർത്തകരോടാവട്ടെ, സഹപാഠികളോടാവട്ടെ, എല്ലാം നമ്മൾ അങ്ങനെയാണോ? അത് ചതിമോഹങ്ങളാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ഓരോന്നിലൊക്കെ ഓരോ ട്രാപ്പിൽ, ഹണി ട്രാപ്പ്, അത് ഓരോ ട്രാപ്പിലൊക്കെ പെടുന്ന ആൾക്കാർ അവർ വിചാരിച്ചിട്ട് ഒന്നും വിടുന്നതല്ല. ആദ്യം ഒന്ന് വലിയ നിഷ്കളങ്കമായിട്ട് തോന്നുന്ന രീതിയിലായിരിക്കും. പിന്നെ ഇങ്ങനെ എത്രയോ പേര് കൗൺസിലിങ്ങിന് വരുന്നവർ വിവാഹിതരായിട്ടുള്ള ആൾക്കാർ തന്നെ, അയ്യോ ഞാനത് ഇത് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ആകപ്പെട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വിവാഹിതരായിട്ടുള്ള ആൾക്കാർ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത്, അയ്യോ അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് പോലും, അയ്യോ ഡോക്ടറെ എനിക്കങ്ങ് വിടാൻ പറ്റുന്നില്ല, എനിക്ക് പുള്ളി വിളിച്ചില്ലെങ്കിൽ എനിക്കങ്ങ് വിഷമം, എനിക്ക് വിടണമെന്നുണ്ട്, എനിക്ക് അറിയാം, എനിക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, ചില പറയും എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പക്ഷെ ഒന്ന് വിളി താമസിച്ചു പോയാൽ ഫോൺ അറ്റൻഡ് ചെയ്ത് അതുപോലെ അങ്ങ് ഇമോഷണലി അങ്ങ് അറ്റാച്ച്ഡ് ആയിപ്പോയി. വിവാഹിതരാ, മറ്റേ പങ്കാളിക്ക് അറിയത്തില്ല, ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെയൊക്കെയുള്ള വിശ്വാസകുളത്തിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ ചിലരൊക്കെ അങ്ങനെയും കൗൺസിലിംഗ് വന്നിട്ടുള്ളവരുണ്ട്. അല്ലാതെ അവിശ്വാസമുള്ള കാര്യം പിന്നെ പറയുകയും വേണ്ട, അവരങ്ങ് അതിൽ തന്നെ പിന്നെ ചിലർക്ക് എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇതൊക്കെ വിട്ടുപോരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കങ്ങ് മറ്റേ ആൾ വിടണമെന്ന് വിചാരിച്ചാലും ഇവിടെ ഉറക്കമില്ല, ടെൻഷന് എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിനും ഡിപ്രഷനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ ചതിമോഹങ്ങൾ, അങ്ങനെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന അതൊക്കെയാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് പാപത്തെ തന്നെ രസിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ലോകപ്രകാരം അങ്ങ് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ അത് ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ റോമർ 6:6 നമ്മൾ വായിക്കുന്നു. ആ പഴയ മനുഷ്യനാണ് മരിച്ചത് കൊണ്ട് വീണ്ടും ജനിക്കുമ്പോൾ ഒരാൾക്ക് ആ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ആത്മീയമായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് ആ മരിച്ച മനുഷ്യനെ നമ്മൾ സ്നാനത്തിൽ കുഴിച്ചിടുന്നതെന്നൊക്കെ നമ്മൾ റോമർ 6 വായിക്കുന്നത്. എന്നാൽ പിന്നീടും ദൈവം നമ്മളെ റോബോട്ടുകളെ പോലെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നീടും നമുക്കൊരു ചോയ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഈ പഴയ മനുഷ്യനെ വീണ്ടും ധരിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. വീണ്ടും ആ പാപത്തിൽ തന്നെ തുടരാം. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പാപത്തിൽ വഴുതി വീഴുന്നൊരു കാര്യമില്ല, എന്നാൽ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു തലത്തിൽ നമ്മൾ വീണ്ടും അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മനുഷ്യനെ വീണ്ടും എടുത്ത് ധരിക്കുന്നത് പോലെ ഇരിക്കും. അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് നമ്മളിവിടെ എഫേസ്യർ 4 കൊളോസ്യർ 3 വായിക്കുന്നത്. അങ്ങനെ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ച് നിങ്ങളുടെ ഉള്ളത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളിലൊരു പുതുക്കം കൊണ്ടുവരും. നിങ്ങളുടെ ആത്മാവിൽ നിന്നുള്ള ആ പുതുക്കം അത് ദേഹത്തിലോട്ടും ഒക്കെ ആ പുതുക്കം വ്യാപരിച്ചോളും. സത്യത്തിന്റെ ഫലമായിട്ടുള്ള 24 വാക്യത്തിലെ സത്യത്തിന്റെ ഫലമായിട്ടുള്ള നീതിയിലും വിശുദ്ധിയിലും, യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള ദൈവത്തിന്റെ നീതിയിലും വിശുദ്ധിയിലും ഒക്കെ ദൈവം സൃഷ്ടിച്ച ഒരു പുതു മനുഷ്യനാണ് നമ്മുടെ പുതിയ ആത്മാവ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ ആ വീണ്ടുജനനം പ്രാപിച്ചപ്പോൾ നമ്മളിൽ ജനിച്ച ആ പുതുമനുഷ്യൻ, ആ പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ പുതുമനുഷ്യന്റെ പ്രേരണയ്ക്ക് പുതുമനുഷ്യനിലാ എന്താ ഉള്ളത്? ആരുള്ളത്? പരിശുദ്ധാത്മാവുള്ളത്. പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ ആത്മാവിൽ വ്യാപരിക്കുന്നത്. അപ്പം ആ പുതുമനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് നമ്മളെ തന്നെ അങ്ങ് കീഴ്പ്പെടുത്തി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വെള്ളിയാഴ്ച എന്താ കേട്ടെ? കർത്താവിൽ തന്നെ വസിക്കുവിൻ. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ധരിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എസെൻഷ്യലി ഒന്ന് തന്നെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി അങ്ങ് കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ആ പുതുമനുഷ്യൻ്റെ ചോദനകൾ, പുതുമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, അതായത് യേശുവിനെ പോലെ ആകണം,
യേശു സംസാരിച്ചതുപോലെ, യേശു ചിന്തിച്ചതുപോലെ, യേശു പ്രവർത്തിച്ചതുപോലെ, യേശു ക്ഷമിച്ചതുപോലെ, അങ്ങനെയുള്ള ആ ഒരു അതാ യേശുവിനെ പോലെ അതാ പുതുമനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിക്കുന്നതാ ആ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ തന്നെ അതുപോലെ ജഡവാങ്ങുന്ന തിരശ്ശീലയും ചീന്തി ആ ആത്മാവിൽ കർത്താവിലങ്ങ് ആയിരിക്കുന്ന ഒരവസ്ഥ, അതാ പുതുമനുഷ്യനെ ധരിക്കുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ പുതുമനുഷ്യനെ ധരിച്ച് എന്താ നമ്മളോട് വായിക്കുന്നത്, ദൈവാനുഗ്രഹമായ സൃഷ്ടിക്ക് പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ, അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയുന്നതൊക്കെ ഉപേക്ഷിച്ച്, 25-ാമത്തെ വാക്യം, പോഷ്ക്ക് ഉപേക്ഷിച്ച് താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. തമ്മിൽ തമ്മിൽ നമ്മളെ അവയവങ്ങളാണ്, നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. കോപിച്ചാൽ പാപം ചെയ്യരുത്. മാനുഷികമായൊരു കോപമുണ്ട്. അപ്പോൾ അങ്ങനെ മാനുഷികമായിട്ടൊരു കോപത്തിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് നമ്മൾ സെറ്ററേറ്റ് ചെയ്യണം. പിന്നെ ദൈവികമായൊരു ബി ആംഗ്രി ആൻഡ് ഡു നോട്ട് സിൻ, ചില ദൈവികമായൊരു കോപമുണ്ട്. ചില കാര്യങ്ങളിൽ നമ്മൾ തീക്ഷ്ണതയോടെ ചില നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. തീക്ഷ്ണമായിട്ട് കാർക്കശ്യതയോടെ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജഡത്തിൽ സ്വയത്തിലുള്ള ഒരു ഇളക്കത്തിലുള്ളൊരു കോപമല്ല, മറിച്ച് ദൈവികമായ എരിവോടുകൂടിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ അത് പാപത്തിന് ഇടം കൊടുക്കാതെ വണ്ണം ഉള്ള ഒരു ദൈവികമായ കോപം. അങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മാനുഷികമായ കോപമാണെങ്കിൽ അത് എപ്പോഴേ അത് ക്ഷമയോദിച്ച് ക്ഷമിച്ച് പിശാചിന് ഇടം കൊടുക്കാതെ, 27-ാമത്തെ വാക്യം, പിന്നെ കള്ളനായിരിക്കുന്ന ഒരാൾ മനസ്സന്തരപ്പെടുക, ഇനിയിപ്പോൾ കക്കാതെ എന്ത് ചെയ്യണം, മുട്ടുള്ളവന് ദാനം ചെയ്യണം. അതുകൊണ്ട് കൈകൊണ്ട് നല്ലതുകൊണ്ട് അധ്വാനിക്കുക എത്ര വേണ്ടത്, 28-ാമത്തെ വാക്യം. എന്നിട്ട് 29-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, നമ്മളുടെ സംസാരം, അത് എത്ര വലിയൊരു സ്റ്റാൻഡേർഡാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത്. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമ്മൾ കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന എഡിഫൈങ് ആയിട്ടുള്ള നല്ല വാക്കല്ലാതെ ആകാത്തത് ആ ഒരു സാപ്രോസ് എന്നുള്ളൊരു വാക്ക, അൺഹോൾസം എന്നുള്ളൊരു വാക്ക ഗ്രീക്കില് സാപ്രോഫൈറ്റ്സ് എന്ന് നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ചീഞ്ഞളിഞ്ഞ റോട്ടൻ മാറ്ററിൽ ജീവിക്കുന്ന ജീവികളാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സാപ്രോസ് പറഞ്ഞാൽ ചീഞ്ഞളിഞ്ഞ പ്യൂട്രിഫൈഡ്. പക്ഷെ അങ്ങനെയുള്ള വാക്കല്ല വരണ്ടേന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ, നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരാൾക്ക് നമ്മൾ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ചീഞ്ഞളിഞ്ഞ പഴകിയ പുളിച്ച് വെളിച്ച് എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുക്കും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, ആരോടെങ്കിലും ഒക്കെ നമ്മൾ കോപത്തിൽ, പരാതി, പെറുപെറുപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില കളിയാക്കുന്ന തരത്തിലൊക്കെ ഉള്ള ചില വാക്കുകൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പുളിച്ച് വെളിച്ച് പ്യൂട്രിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെയുള്ള അതൊന്നും ആവാരുത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, പിശാചിന് ഇടം കൊടുക്കുക. 30-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളായിട്ട് മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ കയ്പും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതെല്ലാം ആ ഒരു ക്രോധവും കോപവും ഒക്കെ അങ്ങ് മാറട്ടെ. നിങ്ങൾ തമ്മിൽ ദൈവ മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കർത്താവ് സൗരഭ്യവാസനായിട്ട് കൊടുത്തതുപോലെ നിങ്ങളും കൊടുക്കുവിൻ, നടക്കുവിൻ എന്നൊക്കെയാണ് പിന്നെ എഫെസ്യർ 5:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആ ഒരു യേശു നടന്നതുപോലെ നടക്കുവാനുള്ളൊരു ആഹ്വാനം. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തു നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാകുന്ന യോഹന്നാൻ 2:6 നമ്മൾ വായിക്കുന്നത്. അപ്പം നമുക്ക് കർത്താവിലേക്ക് നോക്കാം. കർത്താവെ, നമ്മളുടെ നടപ്പ്, ഞങ്ങളുടെ കർത്താവ്, എൻ്റെ ചിന്തകളെ, വാക്കുകളെ, പ്രവൃത്തികളെ, മനോഭാവം, ഉദ്ദേശങ്ങളെല്ലാം കർത്താവെ ആ ഒരു പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കൊത്തവണ്ണം നീങ്ങുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി, ഒരു 0 പൂജ്യമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. പരിശുദ്ധാത്മ നമ്മളെ ഒന്ന് നിറയും. ആ പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിപ്പാൻ, നമ്മളെ കർത്താവ് നടന്നതുപോലെ നടപ്പാൻ, അധികമായിട്ട് കർത്താവിൻ്റെ സൗരഭ്യവാസനായിട്ട് നടപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. കർത്താവ് നടന്നതുപോലെ നടക്കാനായിട്ട് ജാതികളെപ്പോലെ നമ്മളവരെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ പോലെ ആയിരുന്നു എന്ന കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. കർത്താവ് ഒരു വേലി കെട്ടി നമ്മളെ വിശേഷത ഉള്ളവരാക്കി അവിടുത്തെ സാന്നിധ്യത്താൽ തീർത്തു. എനിക്കല്ല, ഞാൻ ക്രിസ്തുവിനത്രേ അവനായതാ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുന്നാണ് എൻ്റെ നടത്തിപ്പം കാവൽ കൊണ്ട് എന്നെ ഓരോ നിമിഷവും അവിടുന്നാണ് എന്നെ വഴിയെ നടത്തുന്നത്. എൻ്റെ പാപങ്ങളൊക്കെ അകറ്റി അവിടുത്തെ രക്തത്താൽ എന്നെ കർത്താവ് കഴുകി. കർത്താവെ, അവിടുന്ന് എന്നെ പെൺമയായിട്ട് സൗഭാഗ്യം ചേരുവോളം എന്നെ കാക്കണം. ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ക്രിസ്തുവിനത്രേ അവനായി സമർപ്പിക്കുന്നേ,
അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. അതെ, നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ എനിക്കായിട്ടല്ല ക്രിസ്തുവിനത്രേ അവനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഐ വിഷ് ഹാഡ് ഗിവൺ ഹിം മോർ. ഞാൻ അവിടത്തേക്കായിട്ട് കൂടുതലായിട്ട് നൽകിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും. അതെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവേ, അവിടുത്തെ പോലെ ഇനിയും ആകാനായിട്ട് എത്രയോ മേഖലകളുണ്ട് കർത്താവേ. അതെ കർത്താവേ, ദിവസത്തിൻ്റെ എല്ലാ സമയത്തും 24 മണിക്കൂറും 7 ദിവസവും കർത്താവേ, 365 ദിവസവും കർത്താവേ, അവിടത്തേക്കായിട്ട് എല്ലാ വർഷങ്ങളും എല്ലാ നിമിഷവും അവിടത്തേക്കായിട്ട് ഞങ്ങളെ തന്നെ തരുന്നു കർത്താവേ. അവിടുത്തെ മുഖത്തെ കാണുവാനായിട്ട് ഞങ്ങളുടെ കണ്ണുകളെ, അവിടുത്തെ ഭാരത്തെ ദർശിപ്പാനായിട്ടാണ് കർത്താവേ, ആ ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കണം. അവിടുത്തെ ശബ്ദം കേൾപ്പാനായിട്ട് അകത്തെ ചെവികളെ അങ്ങ് തുറക്കണം. അവിടുത്തെ വകയായിട്ട് ചേരുവാനായിട്ട് ഹൃദയം വഴങ്ങട്ടെ, ഞങ്ങൾ പാടിയതുപോലെ. അതെ കർത്താവേ, അവിടുത്തെ ആ പ്രൂണിങ് നൈഫിന് ഇരയാകുവാൻ കർത്താവേ, ഞങ്ങൾ നുറുക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില സാഹചര്യങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ അനുവദിക്കുമ്പോൾ അവിടുത്തെ ശബ്ദത്തെ കേട്ട് കർത്താവേ, അവിടുന്ന് അറിയാതെ അനുവദിക്കാതൊന്നും അനുവദിച്ചിട്ടില്ല. എല്ലാം എന്നെ നുറുക്കാനായിട്ട്, എന്നെ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കാനായിട്ടാണ് കർത്താവേ സാഹചര്യം. ഈ പെരുമാറ്റങ്ങൾ, ഈ ചില വ്യക്തികളിൽ നിന്നുള്ള കാര്യങ്ങളാകട്ടെ, ചില സാഹചര്യങ്ങളിലൂടെയുള്ള ചില കാര്യങ്ങളാകട്ടെ, അവിടെയൊക്കെ കർത്താവേ അങ്ങേപ്പോലെ ആക്കി തീർക്കുവാൻ, അധികം ഫലം കായ്ക്കുവാനായിട്ടാണ് കർത്താവേ. അവിടുന്ന് അങ്ങേപ്പോലെ നടക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് എന്നെ പ്രൂൺ ചെയ്യുന്നത്. അവിടുന്ന് തീ കത്തിക്കാനായിട്ട് വന്നവനാണ് കർത്താവേ. അവിടുന്ന് ആ തീ ഞങ്ങളിൽ കത്തിച്ച് കർത്താവേ, ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ നടക്കുന്നവരാകുവാനും കർത്താവേ, അന്ധബുദ്ധികളെ പോലെ, വ്യർത്ഥബുദ്ധികളെ പോലെ കർത്താവേ, ലോകത്തിലുള്ള അജ്ഞാന നിമിത്തം അവർ മനസ്സ് തഴമ്പിച്ച് കർത്താവേ ആയിരിക്കുന്ന അവസ്ഥയിലല്ല, ഹൃദയകാഠിന്യ നിമിത്തമുള്ള അവസ്ഥയിലല്ല, മറിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നടക്കുവാൻ ആ മനസ്സിൻ്റെ തഴമ്പുകളൊക്കെ കർത്താവേ അവിടുന്ന് തന്നെ ചെത്തിക്കളയണം. അവിടുത്തെ പ്രൂണിങ് നൈഫ് കൊണ്ട് അവിടുന്ന് തന്നെ കർത്താവേ, വചനത്തിൻ്റെ കത്തി കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ തഴമ്പുകളെയൊക്കെ അവിടുന്ന് ചെത്തിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയകാഠിന്യത്തെയൊക്കെ അവിടുന്ന്, ആ കലോസിറ്റിയൊക്കെ, ആ കാഠിന്യത്തെ, തഴമ്പിനെയൊക്കെ കർത്താവേ അവിടുന്ന് തന്നെ പ്രൂൺ ചെയ്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സെൻസിറ്റീവായിട്ട് അവിടുത്തെ ഭാരത്തെ അറിയുവാൻ, അവിടുത്തെ ഹൃദയത്തെ കേൾപ്പാനുള്ള ഒരു കർത്താവേ സ്പർശതയുള്ള ഒരു ഹൃദയത്തോടെ, ചെവിയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങ് നടന്നതുപോലെ നടക്കണം കർത്താവേ. അതെ കർത്താവേ, അതെ, ഞങ്ങൾക്ക് ഓരോ സമയത്തും അങ്ങ് ഞങ്ങളിൽ ജീവിക്കണം കർത്താവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കണം. അതിനായിട്ട് കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ തന്നെ വസിക്കുവാനായിട്ട്, ആ പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് ഞങ്ങളെ തന്നെ വട്ടപൂജ്യമായിട്ട്, 0 ആയിട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ. ആ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയൊക്കെ പുതുക്കട്ടെ. ആ പുതുക്കം ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ കർത്താവേ, ആകാത്ത വാക്കുകളെല്ലാം മറിച്ച് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന, ആത്മീയവർദ്ധനവിന് ഉതകുന്ന, ആവശ്യം പോലുള്ള അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാനില്ല കർത്താവേ. ആവശ്യം പോലെ ഓരോ സമയത്തും സംസാരിക്കാനും കർത്താവേ, അങ്ങ് സംസാരിച്ചതുപോലെ, അങ്ങ് പെരുമാറിയതുപോലെ, അങ്ങ് ചെയ്തതുപോലെ, അങ്ങ് ചിന്തിച്ചതുപോലെ, അതേ കർത്താവേ, അങ്ങനെയാണ് ഞങ്ങളുടെ മാതൃക, അങ്ങാണ് ഞങ്ങളുടെ ലക്ഷ്യം. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്ദി കർത്താവേ. ഇതിനായിട്ട് പ്രിയ സഹോദരനെയും അങ്ങ് ഒരുക്കിയല്ലോ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചുവല്ലോ കർത്താവേ. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ കർത്താവേ. അത് അവിടുന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയ പലകമേൽ എഴുതണം. ഞങ്ങൾ അങ്ങേപ്പോലെ നടക്കുവാനും, അങ്ങയിൽ നിന്ന് കേൾപ്പാനും കർത്താവ്, അങ്ങയെ പഠിക്കുവാനും ഒക്കെ കർത്താവേ, അങ്ങയെ പഠിച്ചതുപോലെ, അങ്ങയെ കേട്ടതുപോലെ ജീവിപ്പാൻ, നടപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.